നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് ചരക്കുകപ്പലിലെ എല്ലാവരെയും മോചിപ്പിച്ചെന്ന് വിവരമറിയുന്നത് വാർത്തകളിലൂടെയെന്ന് കപ്പലിലുണ്ടായിരുന്ന പാലക്കാട് കേരളശ്ശേരി സ്വദേശി സുമേഷിന്റെ അച്ഛൻ ശിവരാമൻ. ഇറാൻ കപ്പൽ വിട്ടുനൽകിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ല. സുമേഷ് ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും മോചനവുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ലെന്നും കപ്പൽ വിട്ടുകിട്ടാൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ക്യാപ്റ്റനാണെന്നു സംശയമുണ്ടെന്നും ശിവരാമൻ. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ല. രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദം ചെലുത്തി വയനാട്ടിൽ മത്സരിപ്പിച്ചത് അതുകൊണ്ടെന്നും ബിനോയ് വിശ്വം. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ മണ്ടത്തരം. ഓൺലൈൻ ആപ്പ് വഴി 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് തട്ടിപ്പിന്റെ സൂത്രധാരൻ കൂടിയായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫൈസൽ. പ്രതിയെ സാഹസികമായി പിടികൂടിയത് എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന്. പറളിയിൽ ജലനിധി പ്രവൃത്തികൾ മന്ദഗതിയിലെന്ന പരാതി. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് 1 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 30% പോലും പൂർത്തീകരിച്ചില്ല. പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തം. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ടാങ്കർ ലോറികളിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചു. കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷം രൂപ അനുവദിച്ചു. ഹരിതവും തെളിനീരുമില്ലാതെ മലമ്പുഴ. സഞ്ചാരികൾക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന ഡാമും കവയും വെയിലേറ്റുവാടി. പാലക്കാട് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഡാമിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വരെ കുടിവെള്ള വിതരണം ടാങ്കർ ലോറികളിൽ. മലമ്പുഴയിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ച. ജാതി സർട്ടിഫിക്കറ്റിനായി അലച്ചിൽ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട്. ദേശമംഗലത്തെ ഒരു കുടുംബം ഇന്നും നിയമ പോരാട്ടം തുടരുന്നു. അധികാരികൾ കണ്ണു തുറക്കുന്നതും കാത്ത് ദേശമംഗലം തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിലെ 65 വയസ്സുള്ള പാണ്ഡ്യന്റെ 25 അംഗ കുടുംബം. വാർത്തകൾ വിശദമായി. ഇറാൻ സൈന്യം പിടിച്ചെടുത്ത MSC ഏരീസ് ചരക്കുകപ്പലിലുണ്ടായിരുന്ന പാലക്കാട്ടുകാരൻ സുമേഷിന്റെ കാര്യത്തിൽ പ്രതികരിച്ച് അച്ഛൻ ശിവരാമൻ. സുമേഷ് ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും മോചനവുമായി ബന്ധപ്പെട്ട വിവരം പറഞ്ഞില്ലെന്നും എല്ലാവരെയും മോചിപ്പിച്ചെന്ന വിവരം അറിയുന്നത് വാർത്തകളിലൂടെയാണെന്നും ശിവരാമൻ പറഞ്ഞു. എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് സഹ്ഗനയുമായി നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലൈൻ കപ്പൽ വിട്ടുനൽകിയതായി അറിയിച്ചെന്ന വാർത്തയാണ് പുറത്തുവന്നത്. 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. ഇതിലൊരാളാണ് പാലക്കാട് കേരളശ്ശേരി സ്വദേശി 31 വയസ്സുള്ള S. സുമേഷ്. ഇറാൻ കപ്പൽ വിട്ടുനൽകിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ലെന്ന് സുമേഷിന്റെ അച്ഛൻ ശിവരാമൻ പ്രതികരിച്ചു. സുമേഷ് ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും മോചനവുമായി ബന്ധപ്പെട്ട വിവരം പറഞ്ഞില്ല. എല്ലാവരെയും മോചിപ്പിച്ചെന്ന വിവരമറിയുന്നത് വാർത്തകളിലൂടെയാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാര്യക്ഷമമല്ലെന്നും കപ്പൽ വിട്ടുകിട്ടാൻ വേണ്ടി ജീവനക്കാരെ മോചിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ക്യാപ്റ്റനാണെന്ന് സംശയമുണ്ടെന്നും സുമേഷിന്റെ അച്ഛൻ പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിരുന്നു. 21 ദിവസമായി ആശങ്കയിലാണ് കുടുംബമെന്നും സുമേഷിന്റെ അച്ഛൻ ശിവരാമൻ പറഞ്ഞു. ജീവനക്കാരെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണോ? കപ്പലിലെ ജീവനക്കാർക്ക് മോചനത്തിനെ പറ്റി യാതൊരു വിവരം അറിയില്ല. അവർ വിളിക്കുമ്പോഴൊന്നും മോൻ വിളിക്കാറുണ്ട്, എന്നും വിളിക്കാറുണ്ട്. രാത്രി 8 മണിയോട് കൂടിയിട്ട് വിളിക്കാറുണ്ട്. 1 മണിക്കൂർ അവർക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ എന്നും വിളിക്കും, വീഡിയോ കോളാണ് ചെയ്യല്. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കപ്പലിലെ കമ്പനിക്ക് ഇതിലൊരു താല്പര്യമില്ലായ്മ കാണാം. കപ്പലിലെ കമ്പനിക്കാണ് ഇതിൽ താല്പര്യം. അവർക്ക് കപ്പൽ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹങ്ങളായിരിക്കാം, അത് സ്വാഭാവികം. പക്ഷേ ജീവനക്കാർ ഇത്രയും ദിവസങ്ങളായിട്ട് യാതൊരുവിധ ഇതുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനും നമുക്കും ഒരു വില കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദം ചെലുത്തി വയനാട്ടിൽ വീണ്ടും മത്സരിപ്പിച്ചത്. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്നും ബിനോയ് വിശ്വം പാലക്കാട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി BJP ആണെന്ന സത്യം മറന്നുകൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിച്ചതെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത് തിരുത്താൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ BJPക്കെതിരെ പിന്തുണയ്ക്കുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട്.
അതേസമയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ പറയുന്ന വാചകം തെറ്റിപ്പോവല്ല പ്ലീസ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അന്ന് ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ല. അവർക്ക് മൂക്കിനപ്പുറം കാണാനാകുന്നില്ല. ഇത് CPI ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വെളിച്ചവുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർബന്ധം ചെലുത്തി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. രണ്ടിടത്തും ജയിച്ചാൽ രാഹുൽ വയനാട്ടിൽ ഒഴിയാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ വയനാട്ടിലെ വോട്ടർമാരെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വഞ്ചിക്കുകയാണെന്ന് വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൺലൈൻ ആപ്പ് വഴി 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തട്ടിപ്പിന്റെ സൂത്രധാരൻ കൂടിയായ മലപ്പുറം കാളിക്കാവ് അമ്പലക്കടവ് സ്വദേശി മുഹമ്മദ് ഫൈസലിനെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ആളുകളിൽ നിന്ന് പണമായി നേരിട്ട് വാങ്ങുകയും പണം നിക്ഷേപിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ അതിന് തുല്യമായി ഡോളർ കാണുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. MCT ആപ്ലിക്കേഷൻ വഴി ലഭിച്ച ഡോളർ എമർകോയിനിലേക്ക് മാറ്റാൻ ഒത്തുകൂടിയ എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് എത്തിയതറിഞ്ഞ് ഫ്ളാറ്റിലുണ്ടായിരുന്ന പ്രതി ഗുണ്ടകളെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് സാഹസികമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇതേ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാജേഷ്, അഡ്വക്കേറ്റ് പ്രവീൺ മോഹൻ, ഷിജോ പോൾ, സ്മിത ജോബി എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് ഫൈസലിനെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം 28 കേസുകളുണ്ട്. കൂടാതെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പറളിയിൽ ജലനിധി പദ്ധതിയുടെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. 1 വർഷത്തോളമായി പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജലനിധി പദ്ധതി പ്രവർത്തനം 30% പോലും പൂർത്തീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. 68 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതി വർഷം 1 കഴിഞ്ഞിട്ടും എവിടെയും എത്തിയിട്ടില്ല. ഭാരതപ്പുഴയിൽ പഴയ റെയിൽവേ സ്റ്റേഷനു സമീപം പമ്പിംഗ് കിണർ നിർമ്മാണം തുടങ്ങിയിട്ടേയുള്ളൂ. ആറുപുഴ അടയാളപ്പാറ റോഡിൽ പൊതുശ്മശാനത്തിന് സമീപം ഫിൽറ്റർ പ്ലാന്റിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടേയുള്ളൂ. കിണാവല്ലൂർ വില്യംകാട്ടിൽ ടാങ്ക് നിർമ്മാണവും നടന്നു വരുന്നുണ്ട്. ജലനിധി പദ്ധതിക്കായി പഞ്ചായത്തിലെ സകല റോഡുകളും വെട്ടിപ്പൊളിച്ച് ഗതാഗതം ദുഷ്കരമായിട്ടുണ്ടെന്നും 68 കോടിയിൽ 11 കോടി രൂപ വെട്ടിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാനാണെന്നും പഞ്ചായത്ത് അംഗം നാരായണൻകുട്ടിയും മുൻ സ്റ്റാൻഡിംഗ് MT ചെയർമാൻ MP ഭാസ്കരനും പറഞ്ഞു. പക്ഷേ വളരെ എഴുതി നിങ്ങളെ ഇതിലാണ് പോകുന്നത്. ടാങ്കിന്റെ പണികളും ഫിൽട്ടർ പ്ലാന്റും കിണർ കുഴിച്ചിലെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു എഴുതിയ ഇതിലാണ് നടക്കുന്നത്. അതേമാതിരി തന്നെ PWയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് കിട്ടിയിട്ടില്ല. തൊട്ടമംഗല പഞ്ചായത്തിലൊക്കെ 80% വർക്ക് കഴിഞ്ഞു. പറളി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും ഒരു 30% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുന്നതിൽ ഒരുപാട് ഇഴഞ്ഞ സമീപനമാണ് കോൺട്രാക്ടർമാരുടെ കയ്യിലുള്ളത്. അത് ഒന്ന് സജീവമായി ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരുന്നു. ഇപ്പോൾ കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനനുസരിച്ച് മുന്നോട്ട് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടുത്ത വേനലിൽ പട്ടാമ്പി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ളമില്ലാത്ത മേഖലയിൽ കുടിവെള്ള വിതരണവുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ടാങ്കർ ലോറികളിലാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. ഇതിനായി 5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി നീക്കിവച്ചിരിക്കുന്നത്. ദൈനംദിന വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും വേനൽ മഴ ലഭിക്കാത്തതും കാരണം കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. പുഴകളും ജലസ്രോതസ്സുകളും വറ്റിവരേണ്ടതും കുടിവെള്ള ലഭ്യത കുറയാൻ കാരണമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. മരുതൂർ, പൂവക്കോട് ഭാഗങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. ഇതിനു പുറമെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകൾ വറ്റി വരളുകയും പല വീടുകളിലും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തതും കുടിവെള്ളക്ഷാമത്തിന് ഇടവരുത്തുന്നുണ്ട്. നിലവിൽ ഒരു ലോറിയിലാണ് വെള്ളം എത്തിക്കുന്നത്. ഒരു ദിവസം 30,000-ഓളം ലിറ്റർ വെള്ളം ലോറിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തുന്നതും കാത്തിരിപ്പാണ് പല കുടുംബങ്ങളും. മിക്കയിടങ്ങളിലും കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി പഞ്ചായത്ത്
5 ലക്ഷം രൂപ വകയിരുത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ എല്ലാം ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇപ്പോൾ 1 മുതൽ കുടിവെള്ള വിതരണം, ശുദ്ധജല കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുക ഒരു പരിധിവരെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭരണസമിതി തയ്യാറെടുപ്പ് നടത്തിയത്. ഇന്നു മുതൽ ഏതായാലും വെള്ളം വിതരണം ചെയ്യുന്നതിനോടൊപ്പം വെള്ളം നമുക്കറിയാം വളരെ കുറവാണ്, പുഴയിലായാലും മറ്റ് ജലാശയങ്ങളിലൊക്കെ തന്നെ. ആയതുകൊണ്ട് ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ പ്രിയമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഭരണസമിതിയോട് ഒപ്പം ഇതിന് സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മഴ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. അങ്ങനെയെങ്കിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നതിനാൽ ടാങ്കർ ലോറിയിലുള്ള കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും തദ്ദേശ ജനപ്രതിനിധികളും. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പാലക്കാടിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് മലമ്പുഴ. മഴക്കാലത്തും മഞ്ഞുകാലത്തും മലമ്പുഴ ഡാമും കവയും സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുമെങ്കിലും ഈ വേനലിൽ വെയിലേറ്റ് വാടിയിരിക്കുകയാണ് പ്രദേശം. പാലക്കാടൻ ചൂടിന്റെ കാഠിന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഉറവയെടുക്കുന്ന ചെറുവെള്ളച്ചാട്ടങ്ങളില്ല. കവയിലൂടെ പറന്നുയരുന്ന പക്ഷിയുടെ പാട്ടുകളില്ല. പച്ചവിരിച്ച പുൽമൈതാനവും നിറഞ്ഞു നിൽക്കുന്ന ജലസമൃദ്ധിയും ഇന്ന് കാണാനില്ല. മലമ്പുഴയുടെ വൃഷ്ടിപ്രദേശം ഇപ്പോൾ വെയിലേറ്റ് വാടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ ജലക്ഷാമമാണ് ഈ വർഷം മലമ്പുഴയിൽ അനുഭവപ്പെട്ടത്. ഒരു മാസം 2.5 ദശലക്ഷം ഘനമീറ്റർ വെള്ളം വിതരണം ചെയ്യേണ്ട മലമ്പുഴയിൽ നിന്ന് ഇന്ന് ചെറു പഞ്ചായത്തുകൾക്ക് പോലും വെള്ളം വിതരണം ചെയ്യാനാകാത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിന് മലമ്പുഴയെ ആശ്രയിക്കുന്ന പാലക്കാട് നഗരസഭയും 6 പഞ്ചായത്തുകളും ഇതോടെ ആകെ പ്രതിസന്ധിയിലായി. വേനൽ മഴ ലഭ്യമാകാത്തത് വലിയ തോതിൽ മലമ്പുഴയുടെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചു. മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വരെ ഇപ്പോൾ ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. നാടിൻ്റെ ദാഹമകറ്റാനായി ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് മലമ്പുഴ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നെടുങ്ങോട്ടൂർ ലെവൽ ക്രോസിന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഷൊർണൂർ പരുത്തിയപ്ര വാഴയിൽ വീട്ടിൽ 55 വയസ്സുള്ള ശശികുമാറാണ് മരിച്ചത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ട്രാക്കിനരികിലായിരുന്നു മൃതദേഹം. ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ തട്ടിയതാകാമെന്നാണ് നിഗമനം. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ട്രാക്കിലാണ് പഴയ നെടുങ്ങോട്ടൂർ ലെവൽ ക്രോസിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനാണ് മരിച്ച ശശികുമാർ. ഇയാളുടെ അരയിൽ നിന്ന് മദ്യക്കുപ്പി കിട്ടിയിട്ടുണ്ട്. മദ്യലഹരിയിലായതിനാൽ ട്രെയിൻ തട്ടിയതാകാമെന്ന് പോലീസ് പറഞ്ഞു. തലയുടെ പുറംഭാഗം ആഴത്തിൽ പൊളിഞ്ഞതായും കാലിൽ മുറിവുള്ളതായും പോലീസ് പറഞ്ഞു. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. വിവരമറിഞ്ഞ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഷൊർണൂർ പോലീസിന് മൃതദേഹം കൈമാറി. ബിന്ദുവാണ് മരിച്ച ശശികുമാറിൻ്റെ ഭാര്യ. മക്കൾ ഷിബു, വിഷ്ണു, മരുമക്കൾ സരിത, അനാമിക. വിവരമറിഞ്ഞ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അപകടത്തുരുത്തായി പാതയോരത്തെ വൈദ്യുതി ട്രാൻസ്ഫോർമർ. പറളി ഓടന്നൂർ റോഡിൽ പതിപ്പാലത്തിനു സമീപം ചെമ്മലമേട് ഇറക്കത്തിലാണ് പാതയോരത്ത് അപകടക്കെണിയായി ട്രാൻസ്ഫോർമർ നിൽക്കുന്നത്. പാതയിൽ നിന്ന് 3 അടി ഉയരം പോലുമില്ലാതെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത് വൈദ്യുതി വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയാണെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. ട്രാൻസ്ഫോർമർ നിൽക്കുന്നതിന്റെ സമീപത്തായാണ് യാത്രക്കാരും ചെറിയ കുട്ടികളും ഉൾപ്പെടെ വാഹനം കയറാൻ നിൽക്കാറുള്ളത്. അപകടക്കെണിയായ ട്രാൻസ്ഫോർമറിന് ചുറ്റും സുരക്ഷിത കമ്പിവേലി സ്ഥാപിക്കണമെന്ന് നിരന്തരമായി അധികൃതരോട് അഭ്യർത്ഥിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല എന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ടുകാലമായി പോരാട്ടം നടത്തുകയാണ് ദേശമംഗലത്തെ 25-അംഗ കുടുംബം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിൽ സ്വന്തം ഭൂമിയിൽ വീട് വച്ച് താമസിക്കുന്ന 65 വയസ്സുകാരൻ പാണ്ഡ്യൻ, ഭാര്യ വെൻപ്, 7 മക്കളുമടങ്ങുന്ന കുടുംബവുമാണ് ജാതി സർട്ടിഫിക്കറ്റിനായി കഴിഞ്ഞ 50 വർഷമായി നിയമ പോരാട്ടം നടത്തുന്നത്. പാണ്ഡ്യൻ ചെറുപ്പത്തിൽ പിതാവ് രാമന്റെ കൈപിടിച്ച് തമിഴ്നാട് മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു.
ഇപ്പോൾ തനിക്ക് ഇത്ര പ്രായമായിട്ടും തൻ്റെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിഷമത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഹിന്ദു സമുദായത്തിലെ കുറുവൻ വിഭാഗത്തിൽ കഴിയുന്ന ഇവരുടെ മക്കൾക്ക് 35 വർഷങ്ങൾക്കു ശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതി നൽകുകയും തുടർന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ജാതി നിഷേധിക്കുകയും ജനിച്ച സ്ഥലത്തെ വില്ലേജിൽ നിന്നും കുടുംബത്തിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ അനുവദിക്കൂ എന്ന് പറയുകയുമാണ് ചെയ്തതെന്ന് പാണ്ഡ്യൻ പറയുന്നു. 1924 പിതാവിനൊപ്പം ഇവിടെ വന്ന പാണ്ഡ്യൻ്റെ അച്ഛനും അമ്മയും കേരളത്തിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് കേരളത്തിൽ കഴിഞ്ഞ ഇവർക്ക് ജനിച്ച സ്ഥലമോ നാടോ ഒന്നും വ്യക്തമല്ല. കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ കഴിയുന്ന ഇവരുടെ കൂട്ടുകുടുംബങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടം ജാതി നൽകുമ്പോഴും നീതി നിഷേധത്തിൻ്റെ സാക്ഷികളായി മാറുകയാണ് ഈ കുടുംബം. SSLC പൂർത്തിയാക്കിയ ഇപ്പോൾ +2 പഠിക്കുന്ന മകൻ ഉണ്ണികൃഷ്ണന് തൻ്റെ SSLC ബുക്കിലെ ജാതി പോലും നിഷേധിക്കുന്നു. മകളായ വിനീത ജന്മനായുള്ള ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലാണ്. സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്താത്തത് മൂലം സൗജന്യ ചികിത്സയും ആനുകൂല്യവും ഇവിടെ നിഷേധിക്കപ്പെടുന്നു. കൂലിപ്പണി ചെയ്തു വരുന്ന ഇവർക്ക് കുട്ടിയുടെ ചികിത്സയ്ക്ക് തന്നെ മാസത്തിൽ നല്ലൊരു സംഖ്യ വേണം. മുരളിയുടെ മറ്റൊരു മകൻ വിനീത് കുടുംബദാരിദ്ര്യം മൂലം ഭാര്യ സഹോദരിയുടെ തമിഴ്നാട്ടിലുള്ള വീട്ടിലാണ് കഴിയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു മാർഗ്ഗം ഇല്ല. ഞങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂല്യം കിട്ടും. ഞങ്ങൾ അന്നാട് കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂല്യം മൂല്യം കിട്ടുക വെച്ചാൽ അത് ഞങ്ങൾക്ക് അത്രയും നന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല. അങ്ങനെ ഇനി എന്തെങ്കിലും കടന്നു ചെയ്യേണ്ട പേരിൻ്റെ ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജാതി സർട്ടിഫിക്കറ്റ് തരണം. എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. അധ്വാനിച്ചിട്ട് എൻ്റെ കുട്ടികളെ ജീവിക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. കാരണം എൻ്റെ കുട്ടിക്ക് കൊല്ലത്തിൽ 60,000-70,000 ഗുളിക ഞാൻ മേടിച്ചു കൊടുക്കുന്നു. എൻ്റെ ആണുങ്ങളാണെന്ന് വെച്ചാൽ കാലം എപ്പോഴും ഒടിഞ്ഞിട്ട് ആ പ്രോസസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളാണ്. അപ്പം അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് വേണം എൻ്റെ കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ. എൻ്റെ കുട്ടിയെ നോക്കാൻ പറ്റാണ്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ ബന്ധുക്കാരൻ്റെ വീട്ടിലെത്തിയിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ 9ലേക്ക് കഴിഞ്ഞിന് 10ലേക്ക് ചേരണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവന് സീറ്റ് കിട്ടുള്ളൂ. അവർ ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കണം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോം തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലല്ലേ ആ കുട്ടി ജനിച്ച് വളർന്നത്. അവിടുത്തെ വില്ലേജിൽ പോയിട്ട് ആ കുട്ടിക്ക് ജാതി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വരുന്ന പറയുന്നത്. ഇവിടെ പോയി ചോദിച്ചാൽ എൻ്റെ ഭർത്താവിനെ കിട്ടിയിട്ട് വേണം എൻ്റെ മക്കൾക്ക് കിട്ടണമെങ്കിൽ. ജില്ലാ കളക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നിരാശ മാത്രം ബാക്കിയായി. മക്കളുടെ പഠനവും ചികിത്സയും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയമൂലമാണ് ഇപ്പോഴീ കുടുംബം കഴിയുന്നത്. വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പാണ്ഡ്യനും കുടുംബവും. നിരന്തരം ഈ പറഞ്ഞ പോലെ തന്നെ കളക്ടർ ഓഫീസിലാണെങ്കിലും അതല്ലെങ്കിൽ തഹസിൽദാരുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ അടുത്താണെങ്കിലും ഈ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മളും ആ കുടുംബത്തെ കൂട്ടി പോകുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അവർ മടക്കി അയക്കുകയാണ്. പലപ്പോഴും അവരെ കൊണ്ട് കഴിയാത്ത ഒരു കാരണങ്ങളാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. കാരണം പാണ്ഡ്യൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് ഏകദേശം 50 വർഷത്തിന് മുകളിലായി. അവരുടെ അമ്മ ചെറുപ്പത്തിൽ നാട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ മക്കളെ കൂട്ടി വന്ന് പിന്നീട് അവരുടെ വിവാഹവും മറ്റു എല്ലാം ഈ നാട്ടിലായിരുന്നു. അപ്പോൾ ആ ജനിച്ച സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ജാതി കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് ജാതി നൽകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഏകദേശം അവരുടെ ഒരു 2-3 തലമുറ ജാതി ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരകത്തിലെ കുഞ്ചൻ ദിനാഘോഷം ഞായറാഴ്ച നടക്കും. സമാപന സമ്മേളനവും കുഞ്ചൻ സ്മാരക പുരസ്കാര സമർപ്പണവും മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കുഞ്ചൻ സ്മാരക വായനശാലയിൽ നിന്ന് കലക്കത്ത് ഭവനത്തിലേക്ക് എഴുത്താണി എഴുന്നള്ളിപ്പോടെയാണ് കുഞ്ചൻ ദിനാഘോഷത്തിന് തുടക്കമാവുന്നത്. തുടർന്ന് ഭദ്രദീപം തെളിയിക്കൽ, കലാപീഠം വിദ്യാർത്ഥി ആർഷയുടെ ഓട്ടൻതുള്ളൽ, കിള്ളിക്കുറിശിമംഗലം അക്ഷരശ്ലോക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ് എന്നിവ നടക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന കവി സമ്മേളനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ലക്കിടി കുഞ്ചൻ സ്മാരകം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കുഞ്ചൻ പുരസ്കാരത്തിന് അർഹനായ കുരുവിക്കാട് വിശ്വകലാകേന്ദ്രത്തിലെ C ബാലകൃഷ്ണന്റെ തുള്ളൽ അവതരണവും നടക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അധ്യക്ഷനാകും. പരിപാടിയിൽ വെച്ച് വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും കലാപീഠം അവതരിപ്പിക്കുന്ന സംഗീത നൃത്തസന്ധ്യയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ ജനവാസം കുറഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാകുന്നു. ജനവാസം കുറവായ ഓടന്നൂർ വാഴപ്പള്ളം റോഡിലാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത്. പ്രധാന പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നത് പിടികൂടാനുള്ള സാധ്യത കൂടുതലായതിനാലാണ് ജനവാസം കുറഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പറളി മേഖലയിൽ സംസ്ഥാന പാതയോരങ്ങളിൽ മാലിന്യം വ്യാപകമായി തള്ളിയതിനാൽ ജനം ദുരിതത്തിലായിരുന്നു. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് അധികൃതരും പോലീസും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ജാഗ്രത കാണിച്ചതോടെ മാലിന്യം തള്ളുന്നത് പുതിയ കേന്ദ്രങ്ങളിലേക്ക് മാറി. ജനവാസം കുറഞ്ഞ മേഖലകളിൽ ഗാർഹിക മാലിന്യങ്ങളും
ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കല്യാണ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചതിൻ്റെ മാലിന്യങ്ങളുമാണ് വ്യാപകമായി തള്ളിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ദുർഗന്ധത്താൽ വീർപ്പ് മുട്ടുന്നതിന് പുറമെ തെരുവ് നായ്ക്കൾ തമ്പടിക്കുന്നതും പതിവായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്വതന്ത്ര കലാസാഹിത്യ സംഘടനയായ മലയാള കാവ്യസാഹിതി 3ാം സംസ്ഥാന സമ്മേളനം മെയ് 5-ന് പാലക്കാട്ട് നടക്കും. നർത്തകി വിനീത നെടുങ്ങാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ രാജഗോപാൽ പുന്നപ്ര പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യം 2024 സപ്ലിമെന്റ് പ്രകാശനവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ രാജഗോപാൽ പുന്നപ്ര അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ അധ്യക്ഷത വഹിക്കും. മുതിർന്ന എഴുത്തുകാരൻ TK ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് പുരസ്കാര സമർപ്പണം നടക്കും. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 കാവ്യസാഹിതി പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 20,001 രൂപയും പ്രശസ്തിപത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നിരവധി കവികളുണ്ട്. ആ കവികൾ അവരുടേതായിട്ടുള്ള സ്വന്തം കവിത ആലോചിച്ചുകൊണ്ടുള്ള ഒരു കവിയരങ്ങ് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് സമാപന സഭ. സമാപന സഭയിൽ വരുന്നത് മലയാളത്തിന്റെ യുവതലമുറയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ശ്രീ സുഭാഷ് ചന്ദ്രൻ സാറാണ്. അദ്ദേഹം ഈ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡോക്ടർ റോഷിനിക്ക് കാവ്യസാഹിതി പുരസ്കാരം നൽകുന്നു. അതുപോലെ ബാലസാഹിതി പുരസ്കാരവും നൽകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ചുവപ്പ് എന്ന കവിതാ സമാഹാരം മുൻനിർത്തി റോഷ്ന സ്വപ്നയ്ക്ക് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അവാർഡ് സമ്മാനിക്കും. 2024 ബാലസാഹിതി പുരസ്കാരവും അദ്ദേഹം സമ്മാനിക്കും. ജനറൽ കൺവീനർ രാജഗോപാൽ പുന്നപ്രയ്ക്കൊപ്പം പാലക്കാട് ജില്ലാ സെക്രട്ടറി മൂത്തുമ്മ പിലാപ്പള്ളി, ഗായത്രി പ്രമോദ്, ശ്രീകല കേരളശ്ശേരി, വാസുദേവൻ മാങ്കോട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ മെയ് 7-ന് നടക്കും. സമ്മേളനത്തിൽ 61,933 മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 310 തയ്യൽ തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 7 ചൊവ്വാഴ്ച രാവിലെ മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനും പ്രതിനിധി സമ്മേളനവും AKTA സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷനാകും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PM പുഷ്പകുമാരി വാർഷിക കണക്കും അവതരിപ്പിക്കുമെന്ന് AKTA തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, ജില്ലാ കമ്മിറ്റി അംഗം MT രമ്യ, വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് PV ബുഷ്ര, വൈസ് പ്രസിഡന്റ് M ദാമോദരൻ, ട്രഷറർ CR ബിന്ദു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 7 ചൊവ്വാഴ്ച മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ 9:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. കൃത്യം 10 മണിക്ക് തന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും. സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ, പത്തനംതിട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പനയൂർ 42-ാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് വിരമിക്കുന്ന വർക്കർ KV ശാന്തകുമാരിക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് KV ശാന്തകുമാരി വിരമിക്കുന്നത്. സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് കുട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വർക്കർക്ക് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. എത്ര സ്ത്രീകൾ ഇവിടെയുണ്ട്? 60 വയസ്സ് കഴിഞ്ഞവർ എത്രയുണ്ട്? 80 വയസ്സ് കഴിഞ്ഞവർ എത്രയുണ്ട്? മലയൂട്ടുന്ന സ്ത്രീകൾ എത്രയുണ്ട്? ഗർഭിണികളായുള്ള ആളുകൾ എത്രയുണ്ട്? അതുപോലെ തന്നെ പോഷകാഹാര കുറവ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ആ രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യപരവുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നത്? അപ്പൊ ആ നിലയിൽ നമ്മുടെയൊക്കെ തന്നെ പൂർവികരായ ആളുകൾ അംഗനവാടിയും ബാലവാടിയും ഒന്നുമില്ല, അന്ന് സ്കൂൾ തന്നെയല്ലോ. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത്, ICDS സൂപ്പർവൈസർമാരായ ഫാത്തിമ ഷെറിൻ, OMS ബയാന BV, സംഘാടക സമിതി കൺവീനർ വിജയലക്ഷ്മി, N ഗീതാദേവി, NM അബ്ദുൽ സലാം, O ജയപ്രഭ, KV ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
അകലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ച താലപ്പൊലി മഹോത്സവത്തിൽ വൻ ജനാവലി സാക്ഷ്യം വഹിച്ചു. രാവിലെ കുമ്മാട്ടി, കേളി, ഉച്ചയ്ക്ക് പഞ്ചവാദ്യം, 3-ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് തട്ടിമ്മേൽക്കൂത്ത്, പൂതൻതിറ, കാള, കുതിര, പേരൂർ അകലൂർ ദേശവേലകളും ഗജവീരന്മാരടക്കമുള്ള ദേശവേലാഘോഷങ്ങളും ക്ഷേത്രമൈതാനിയിൽ അണിനിരന്നു. തുടർന്ന് പഞ്ചവാദ്യം, പാണ്ടിമേളം, രാത്രി 9:30-ന് ഡബിൾ തായമ്പക, ശനിയാഴ്ച പാണ്ടിമേളം, തുടർന്ന് കൂറ ഇറക്കലോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രസിദ്ധമായ ചെറുതുരുത്തി പൈതങ്ങൾ മഖാം ആണ്ടുനേർച്ച ചടങ്ങ് നടന്നു. ആണ്ടുനേർച്ച ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആത്മീയ സംഗമം PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ സംഗമത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PM ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PH സലീം കോയ, CA അബ്ദുൾ മുനീം, KA ഹുസൈൻ, P മുസ്തഫ, KM സലീം, മഹൽ ഖത്തീബ് ഷുക്കൂർ സഖാഫി, അഷ്റഫ് ഫൈസി ദേശമംഗലം, അഷ്റഫ് തങ്ങൾ, ശിഹാബ് തങ്ങൾ, ഉണ്ണിക്കോയ തങ്ങൾ, നജ്മുദ്ദീൻ തങ്ങൾ, അഷ്റഫ് ദാർമി തുടങ്ങിയവർ സംസാരിച്ചു. പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്ന എല്ലാ ആളുകളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശാകേന്ദ്രമായ ഒരു മക്ബറയാണ് പള്ളം യാറത്തിങ്ങൽ പൈതങ്ങളുടെ യാറം എന്ന് പറഞ്ഞ മക്ബറ. ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. അതോടുകൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആളുകൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 7 മണിക്ക് തന്നെ ജാറം സന്ദർശനത്തിനായി നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് മക്കാമംഗണത്തിൽ പതാക ഉയർത്തുകയും മൗലിദ് പാരായണം, ദുവാ സമ്മേളനം, റാത്തീബ് എന്നിവ നടത്തി. മക്കാമംഗണത്തിൽ നടത്തിയ അന്നദാന ചടങ്ങിൽ ജാതിമതഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 28 കേരള NCC ബറ്റാലിയനിലെ 2023 ഏറ്റവും മികച്ച സീനിയർ ഡിവിഷൻ കേഡറ്റിനുള്ള അവാർഡ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NCC സീനിയർ അണ്ടർ ഓഫീസർ അശ്വിൻ ശങ്കറിന് ലഭിച്ചു. ഇത് 5ാം തവണയാണ് പട്ടാമ്പി കോളേജ് NCCക്ക് ഈ ബഹുമതി ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന തൽസൈനിക് ക്യാമ്പിൽ 28 കേരള ഒറ്റപ്പാലം ബറ്റാലിയനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കേഡറ്റാണ് അശ്വിൻ ശങ്കർ. ദേശീയ ക്യാമ്പുകളിലെ പങ്കാളിത്തം, NCC പ്രവർത്തനങ്ങളിലെ സജീവത, മികച്ച അച്ചടക്കം, അക്കാദമിക നിലവാരം തുടങ്ങി ഘടകങ്ങൾ പരിഗണിച്ചാണ് ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുത്തത്. വാണിയംകുളം 24 മനൈ തെലുങ്കു ചെട്ടിയാർ മാരിയമ്മൻ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകത്തിന്റെയും മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെയും നോട്ടീസ് പ്രകാശനം ചെയ്തു. സിനിമാ സീരിയൽ താരം വിഷ്ണു ബാലകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. വെളിച്ചപ്പാടുമാരും ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് ചരക്കുകപ്പലിലെ എല്ലാവരെയും മോചിപ്പിച്ചെന്ന് വിവരമറിയുന്നത് വാർത്തകളിലൂടെയെന്ന് കപ്പലിലുണ്ടായിരുന്ന പാലക്കാട് കേരളശ്ശേരി സ്വദേശി സുമേഷിന്റെ അച്ഛൻ ശിവരാമൻ. ഇറാൻ കപ്പൽ വിട്ടുനൽകിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ല. സുമേഷ് ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും മോചനവുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ലെന്നും കപ്പൽ വിട്ടുകിട്ടാൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ക്യാപ്റ്റനാണെന്ന് സംശയമുണ്ടെന്നും ശിവരാമൻ. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ല. രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദം ചെലുത്തി വയനാട്ടിൽ മത്സരിപ്പിച്ചത് അതുകൊണ്ടെന്നും ബിനോയ് വിശ്വം. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ മണ്ടത്തരം. ഓൺലൈൻ ആപ്പ് വഴി 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് തട്ടിപ്പിന്റെ സൂത്രധാരൻ കൂടിയായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫൈസൽ. പ്രതിയെ സാഹസികമായി പിടികൂടിയത് എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന്. പറളിയിൽ ജലനിധി പ്രവൃത്തികൾ മന്ദഗതിയിലെന്ന പരാതി. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് 1 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 30% പോലും പൂർത്തീകരിച്ചില്ല. പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തം. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ടാങ്കർ ലോറികളിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചു. കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷം രൂപ അനുവദിച്ചു. ഹരിതവും തെളിനീരുമില്ലാതെ മലമ്പുഴ. സഞ്ചാരികൾക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന ഡാമും കവയും വെയിലേറ്റുവാടി. പാലക്കാട് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഡാമിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വരെ കുടിവെള്ള വിതരണം ടാങ്കർ ലോറികളിൽ.
മലമ്പുഴയിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ച. ജാതി സർട്ടിഫിക്കറ്റിനായി അലച്ചിൽ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട്. ദേശമംഗലത്തെ ഒരു കുടുംബം ഇന്നും നിയമ പോരാട്ടം തുടരുന്നു. അധികാരികൾ കണ്ണു തുറക്കുന്നതും കാത്ത് ദേശമംഗലം തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിലെ 65 വയസ്സുള്ള പാണ്ഡ്യന്റെ 25 അംഗ കുടുംബം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.